A+2 സ്വാഗതം. സംസ്ഥാന സർക്കാരിൻ്റെ പരാതി പരിഹാര അദാലത്തിൻ്റെ തീയതികൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് മുൻപ് ചെയ്ത എപ്പിസോഡുകളിൽ പലരും കമൻ്റ് ചെയ്തിരുന്നു. ആ തീയതികൾ ഇപ്പോഴാണ് സർക്കാർ പൊതുവായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ഓരോ താലൂക്കിലും പ്രത്യേക തീയതികൾ ആയിരിക്കും എന്നുള്ള കാര്യം ആദ്യം ഓർമ്മിപ്പിക്കുന്നു. ജില്ലകളിൽ നടക്കാൻ പോകുന്ന ഈ അദാലത്തുകൾ സംബന്ധിച്ചിട്ടുള്ള പൊതുവായ തീയതികളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ താലൂക്കിൽ എപ്പോഴാണ് ഈ അദാലത്ത് നടക്കുന്നത് എന്ന് താലൂക്ക് ഓഫീസിൽ നേരിട്ട് പോയി അറിഞ്ഞ് ഉറപ്പാക്കുകയാണ് വേണ്ടത്. ഈ അദാലത്തിൽ ഏതൊക്കെ തരം പരാതികൾ കൊടുക്കാമെന്നും അദാലത്തിൽ സ്വീകരിക്കാത്ത വിഷയങ്ങൾ ഏതൊക്കെയാണെന്നും കാണിച്ചുകൊണ്ട് മുമ്പ് എപ്പിസോഡുകൾ ഈ ചാനലിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ആ എപ്പിസോഡുകൾ കൂടി പ്ലേ ലിസ്റ്റിൽ പോയി കാണുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയാലും നിങ്ങൾക്ക് ആ എപ്പിസോഡുകൾ കാണാൻ കഴിയും. ഇന്ന് അദാലത്ത് തീയതികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. തിരുവനന്തപുരം, പത്തനംതിട്ട, കോഴിക്കോട്, കോട്ടയം, കണ്ണൂർ എന്നീ ജില്ലകളിലെ തീയതികൾ ഡിസംബർ 9, 10, 12, 13, 16, 17 എന്നിവയായിരിക്കും. ഈ തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ താലൂക്കിൽ അദാലത്ത് നടക്കും. ഓരോ ജില്ലകളിലും വിവിധ താലൂക്കുകൾ കേന്ദ്രീകരിച്ചാണ് ഈ താലൂക്ക് തല അദാലത്തുകൾ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ 9 മുതൽ 17 വരെയുള്ള തീയതികളിൽ ഒരു തീയതിയിൽ നിങ്ങളുടെ താലൂക്കിൽ അദാലത്ത് നടക്കും. ജില്ലകളിൽ ഈ തീയതികളാണ് എന്നുള്ളതാണ് എടുത്ത് പറയുന്നതും നിങ്ങൾ ഓർത്തു വെക്കേണ്ടതും. അതായത് തിരുവനന്തപുരം, പത്തനംതിട്ട, കോഴിക്കോട്, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഡിസംബർ 9 തുടങ്ങി 17 അവസാനിക്കും. ഇതിനിടയുള്ള തീയതികളിൽ ആയിരിക്കാം നിങ്ങളുടെ താലൂക്ക് തല അദാലത്ത് നടക്കുക. ഇനി എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കൊല്ലം എന്നീ ജില്ലകളിൽ ഡിസംബർ 19 മുതൽ 27 വരെയാണ്. അതായത് ഡിസംബർ 19, 20, 21, 23, 24, 26, 27 എന്നീ തീയതികളിൽ ആയിരിക്കും ഈ ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിലായി താലൂക്ക് തല അദാലത്തുകൾ നടക്കുന്നത്. വയനാട്, കാസർഗോഡ്, ആലപ്പുഴ ജില്ലകളിൽ ഡിസംബർ 28 മുതൽ ജനുവരി 13 വരെ ആയിരിക്കും താലൂക്ക് തല അദാലത്തുകൾ നടക്കുക. അതായത് ജനുവരി 3, ഡിസംബർ 28, ജനുവരി 3, 4, 6, 7, 9, 13 എന്നീ തീയതികളിൽ ഏതെങ്കിലും ഒരു തീയതിയിൽ നിങ്ങളുടെ താലൂക്കിലെ അദാലത്ത് നടക്കും. ഇത് സംബന്ധിച്ച് താലൂക്കിൽ നേരിട്ട് പോയി തന്നെ നിങ്ങളുടെ താലൂക്ക് തല അദാലത്തിൻ്റെ തീയതി നിങ്ങൾ വ്യക്തമായും മനസ്സിലാക്കിയിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അദാലത്തിൽ പരിഗണിക്കുന്ന വിഷയങ്ങൾ ഭൂമി സംബന്ധമായ വിഷയങ്ങളെല്ലാം പരിഗണിക്കും. പോക്കുവരവ് സംബന്ധിച്ചിട്ടുള്ള വിഷയം പരിഗണിക്കും. അതിർത്തി തർക്കങ്ങൾ, അനധികൃത നിർമ്മാണം, ഭൂമി കയ്യേറ്റം, അതുപോലെ വഴി തർക്കങ്ങൾ എന്നിവയെല്ലാം പരിഗണിക്കും. ഈ സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം, ലൈസൻസുകൾ നിരസിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ പരിഗണിക്കും. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പരിഗണിക്കും. വയോജന സംരക്ഷണ വിഷയം പരിഗണിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായുള്ള വിവിധ ധനസഹായങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കും. മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കും. ശാരീരിക, മാനസിക, ബുദ്ധി വൈകല്യങ്ങൾ ഉള്ളവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ പുനരധിവാസം, ധനസഹായം, പെൻഷൻ തുടങ്ങിയ വിഷയങ്ങളെല്ലാം പരിഗണിക്കും. അതുപോലെ റേഷൻ കാർഡ് സംബന്ധിച്ച് APL, BPL വിഷയങ്ങൾ, ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പരിഗണിക്കുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക. വളർത്ത് മൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കും. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വ്യവസായ സംരംഭങ്ങൾക്കുള്ള ലൈസൻസ് സംബന്ധിച്ച കാലതാമസവും മറ്റും പരിഗണിക്കും. വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം സംബന്ധിച്ചിട്ടുള്ള വിഷയം പരിഗണിക്കും. വിവിധ സ്കോളർഷിപ്പുകൾ എന്നിവ പരിഗണിക്കും എന്നുള്ളത് ഓർക്കുക. അതുപോലെ അപകടകരമായ മരങ്ങൾ മുറിച്ച് മാറ്റുന്ന വിഷയങ്ങളും പരിഗണിക്കും എന്നുള്ളതും ഓർക്കണം. പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരവും
ഇക്കാര്യത്തിൽ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. ഈ വിഷയങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ഓർത്ത് നിങ്ങൾക്ക് അത് സംബന്ധിച്ചിട്ടുള്ള അപേക്ഷകൾ നൽകാം. അതിനുള്ള തീയതികൾ ആ അപേക്ഷകൾ സ്വീകരിക്കുന്ന കൃത്യമായ തീയതികൾ കൂടി നിങ്ങളുടെ സമീപത്തുള്ള താലൂക്ക് ഓഫീസിൽ പോയി അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഡിസംബർ 9 മുതൽ തന്നെ അപേക്ഷകൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപേക്ഷകൾ നൽകുമ്പോൾ നിങ്ങളുടെ കൈവശമുള്ള എല്ലാ രേഖകളുടെയും ഫോട്ടോസ്റ്റാറ്റ് കൂടി അപേക്ഷയോടൊപ്പം വെക്കണം. മേൽവിലാസം വ്യക്തമായും എഴുതണം. മേൽവിലാസത്തിനോടൊപ്പം നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതാൻ മറന്നു പോകരുത്. അതുപോലെ ഇമെയിൽ ID ഉള്ളവർ അതും കൂടി നൽകി വേണം അപേക്ഷകൾ നൽകാനുള്ളതെന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. തീയതികളിൽ സംശയമുള്ളവർ ഒരു വട്ടം കൂടി ഈ എപ്പിസോഡ് കേൾക്കുക. ആ തീയതികൾ എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും എന്നുള്ളത് നിങ്ങൾ കുറിച്ച് വെക്കണം. കൃത്യമായ തീയതി താലൂക്ക് ഓഫീസിൽ നിന്നും അന്വേഷിച്ചറിയുകയും വേണം. നന്ദി.